ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. രദീന സംവിധാനം ചെയ്ത് ഷാജി മറാദ് സ്ക്രീൻ പ്ലേ ചെയ്ത് സൗബിൻ ഷായറും നവ്യ നായറും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പോലീസ് സിനിമയാണ് പാതിരാത്രി. സോ ആ സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ കുറേ കാലങ്ങൾക്ക് ശേഷം നവ്യ നായരുടെ ഒരു കംബാക്ക് കൂടെയാണ് ഈ സിനിമ. പിന്നെ സൗബിൻ ഷായർ ഒരു പോലീസ് വേഷത്തിലെത്തുമ്പോൾ എത്രമാത്രം നന്നായിട്ട് അഭിനയിക്കും നമ്മൾ ഇലവീഴ പൂഞ്ചിറ അങ്ങനെ കുറച്ച് സിനിമയിൽ കണ്ടതാണ്. സോ പോവാം വാ. നവ്യ നായർ സാർ 40 കിലോ ഏലം, 34 കിലോ കുരുമുളക്, 8 റബ്ബർ ഷീറ്റ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സ്കോച്ച് വിസ്കി ഉണ്ടായിരുന്നു സാറേ, പക്ഷെ ബോട്ടിൽ കാലിയായിരുന്നു. എന്റെ പൊന്നു കരീഷ, പാലക്കാട് കേസെല്ലാം പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാൻ വെറും കാര്യം പീസ്. നമ്മൾ എന്ത് ചെയ്യാനാ? ഓഫീസിൽ പറയും, അതുപോലെ ചെയ്യും. ഇങ്ങോട്ട് ടോർച്ചും ബ്രത്തനൈസറും ഒന്നും വേണ്ടേ? ഇതിന്റെ കോർ ഐഡിയ ആയിട്ട് അവർ പറയുന്നത് 1 night 2 cops, ഒരു രാത്രി 2 പോലീസുകാർ. അങ്ങനെ ഇവർ രണ്ടുപേരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടെ നടക്കുന്ന ഇൻസിഡന്റും ആയിരിക്കണം സിനിമ. ഓടിയ ആളെ ഞങ്ങൾ കുറേ നേരം ഫോളോ ചെയ്തു, പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരു പേടി കഴിഞ്ഞിട്ടാണ് മിസ്സായി. സൈബർ സെൽ പറഞ്ഞു അങ്ങനെയല്ലേ? എനിക്ക് തൻ്റെ കാര്യങ്ങളുള്ളവർക്ക് മറ്റുള്ള പെണ്ണുങ്ങളുടെ അവർക്ക് നമ്മളെ കോൺട്രാക്ടേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പോൺസർ ഇത് കണ്ടിട്ട് കുട്ടികളെ കടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ റാപ്പിസ്റ്റ് ഒക്കെ കാണുമല്ലോ, അങ്ങനെയുള്ള ഒരു സ്കീമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അന്ന് കണ്ട ആളിനെ റോബിക്ക് മുൻപരിചയമുണ്ടോ? അപ്പൊ ഈ ഗോസ്റ്റ് ആണ് വില്ലൻ. ഹു ഈസ് ദ ഗോസ്റ്റ്? സിനിമ കുറച്ച് സീരിയസ് ടൈപ്പാണ്. ലവ് സ്റ്റോറി അറ്റ് നൈറ്റ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജിയാണ്. അതുകൊണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഒരു സംശയമൊന്നും വേണ്ട. പെട സാധനങ്ങളൊക്കെ വരും. ആൻഡ് ഇത് ഇവര് പറയുന്ന ഒരു കാര്യങ്ങളാണ്, എവരി ക്രൈം ഇഷ്ടമുള്ളത് ഒരു പാതിരാത്രിയാണ് എല്ലാവരും തെറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എന്താ പറയുക ഒരു ആവേശം കാണിക്കുന്നത്. കാരണം ആരും കാണില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് അപ്പോഴാണ് തോന്നുന്നത്. അത് തന്നെയാണ് ഈ ക്രൈം ചെയ്യുമ്പോൾ ഈ സീരിയൽ കില്ലേഴ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കും അങ്ങനെയാണ്. കാരണം പാതിരാത്രി എല്ലാവരും ഉറങ്ങി കിടക്കും, ആ സമയം ചെയ്ത് ആരും കാണില്ല, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതുപോലത്തെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു റാൻഡം ഐഡിയയും ഈ സിനിമയിൽ ഇപ്പം ഈ ട്രെയിലറുകളിൽ തന്നെ പറഞ്ഞു വരുന്നുണ്ട്. സോ കണ്ടിട്ട് പ്രോമിസിങ് ആണ്. പിന്നെ സിനിമ കണ്ടിട്ട് പറയാം ബാക്കി അലച്ചിലാണോ അല്ലെങ്കിൽ കൊള്ളാമോ ഇല്ലെന്നൊക്കെ. ആൻഡ് നവ്യ നായറിൻ്റെ ഒരു തിരിച്ചു വരും എന്തായാലും സിനിമയിൽ കാണും. സൗബിൻ ഷായർ പിന്നെ പോലീസ് വേഷത്തിൽ കിട്ടും. ആൻഡ് സിനിമ കണ്ടിട്ട് ബാക്കിയൊക്കെ പറയാം.